സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലയാണ് തിരുവനന്തപുരം പൊന്മുടി. മഴക്കാലമായാൽ ഇവിടെ മണ്ണിടിച്ചിൽ പതിവാണ്. മണ്ണിടിച്ചിൽ തടയാൻ ചിലയിടത്ത് സംരക്ഷണ ഭിത്തി കെട്ടിയെങ്കിലും ഫലമില്ല. മഴക്കാലമായാൽ ടൂറിസം മേഖല പൂർണ്ണമായും അടച്ചിടേണ്ട അവസ്ഥയാണ്. റിനു ശ്രീധറാണ് വിവരങ്ങളുമായുള്ളത്. റിനു, മഴ പെയ്തു കഴിഞ്ഞാൽ പൊന്മുടിയിലേക്ക് പ്രവേശനമില്ല, ഇതാണ് സ്ഥിരമായി വരുന്ന ഒരു അറിയിപ്പ്. അവിടെ ഈ മണ്ണിടിച്ചിൽ വലിയ ഭീഷണിയായി തന്നെ നിൽക്കുന്നു. എന്താണ് റിനുവിന് ഇപ്പോൾ പൊന്മുടിയിൽ കാണാനാകുന്നത്? സ്മൃതി, തിരുവനന്തപുരത്തെയും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ളൊരു ടൂറിസം മേഖലയാണ് പൊന്മുടി ടൂറിസം മേഖല. ഇവിടെ വലിയ വശ്യ സൗന്ദര്യമൊക്കെയാണ് പൊന്മുടി. പക്ഷേ ഇവിടുത്തെ പാതയോരങ്ങളെല്ലാം തന്നെ അപകട ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടുപിറകിലായി കാണാവുന്ന ഈ കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ, ഈ മല ഇടിഞ്ഞ് റോഡിലേക്ക് വന്നതിന് ശേഷം നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ഇവിടെ ഡിവൈഡർ പോലെ നിരത്തി ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്. വലിയ രീതിയിൽ മഴക്കാലത്ത് അപകടമുണ്ടായി താഴേക്ക് പതിച്ച പാറക്കല്ലുകളാണ് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഏകദേശം വിതുര ജംഗ്ഷനിൽ നിന്ന് 20 കിലോമീറ്ററിനുള്ളിലാണ്, മലയോര മേഖലയാണ്, ഹൈറേഞ്ചാണ് ഈ പൊന്മുടിയിലേക്ക് എത്തുവാൻ. ഇവിടെയിൽ ഏകദേശം 10 കിലോമീറ്ററും ഒരു വശം വലിയ മലയാണ്. ഈ മലയുടെ താഴ്ഭാഗത്ത് ഏകദേശം 1.5 മീറ്ററിൽ താഴെ മാത്രമാണ് ചെറിയ രീതിയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ DK മുരളി MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചൊക്കെയാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ ഇത് പൂർണ്ണമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലമായാൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ആദ്യം നൽകുന്ന വാർത്ത പൊന്മുടി ടൂറിസം മേഖല പൂർണ്ണമായും അടച്ചിട്ടു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണാം, ഇത് വലിയൊരു മലയാണ്. മുകളിലേക്ക് അല്ലെങ്കിൽ കാഴ്ചയിൽ തന്നെ നമുക്കൊരു പരിധിയുണ്ട് ഇത് കാണിക്കുവാൻ. ഈ മലയുടെ തൊട്ട് താഴ്ഭാഗത്തായി പാറക്കല്ലുകളൊക്കെ തന്നെ ഉരുണ്ടു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായി ചില ചെറിയ ചെറിയ മരങ്ങൾ, കുറ്റിമരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വേരുകളിൽ പിടിച്ചാണ് ഈ പാറക്കല്ലുകളും അതുപോലെ തന്നെ ഈ മണ്ണും തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മഴ ചാറുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കാറ്റ് വന്നാൽ ഈ മരങ്ങൾ താഴേക്ക് പതിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വലിയ മലയും താഴേക്ക് ഒപ്പം വരുമെന്നുള്ളതാണ്. ഏകദേശം 10 കിലോമീറ്റർ ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ നമുക്ക് ഈ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഒരു പരിധി ഉള്ളത് കൊണ്ടാണ് ആ പ്രദേശത്ത് നമുക്ക് ലൈവ് നിൽക്കുവാൻ വേണ്ടി കഴിയാത്തത്. തുടർന്നാണ് ഈ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെയും സമാന സ്ഥിതി തന്നെയാണ്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നാട്ടുകാരും വിദേശികളും അല്ലെങ്കിൽ ഒപ്പം സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളും നിരവധി പേർ കടന്നു പോകുന്ന, സ്കൂൾ കുട്ടികളടക്കം ദിവസവും വന്നു പോകുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് 2 കാറുകൾ തൊട്ട് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ദിവസത്തോളം നീണ്ടുനിന്ന പ്രയത്നത്തിലൊടുവിലാണ് അതിൽ ഒരു കാറ് മുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. അത് പക്ഷേ മണ്ണിടിച്ചിലിൻ്റെ ഭാഗം അല്ല എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ മണ്ണ് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാറ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് താഴേക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഗർത്തമാണ്, കൊക്കയാണ്. ഇവിടേക്ക് പതിക്കുക തന്നെ ചെയ്യും. രക്ഷാദൗത്യം പോലും നടത്താൻ പറ്റാത്ത അത്രയും അധികം ഒരു മലയടിവാരമാണ് താഴ്ഭാഗത്തേക്ക് ഉള്ളത്. ഇവിടെ സാധാരണഗതിയിൽ നാട്ടുകാരും ഒപ്പം വാർഡ് മെമ്പർ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത് ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനൊരു പരിധിയുണ്ട്. കാരണം വലിയ മലയാണ്, മലഞ്ചരിവാണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും ശാസ്ത്രീയമായി പഠിച്ച് കൃത്യമായി ഒരു സംരക്ഷണ ഭിത്തി കെട്ടേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അത് നിലവിൽ ചെയ്യുവാൻ വേണ്ടി ടൂറിസം വകുപ്പോ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല. അതിന് പ്രധാനമായും പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം വകുപ്പും വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടാകുന്ന, റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു ഏകോപനമില്ലായ്മ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു വിഷ്വൽ കൂടി കാണാം. മഴക്കാലമാകുമ്പോൾ ഈ മലഞ്ചെരുവിൽ നിന്ന് ഇതുപോലെ വെള്ളം താഴേക്ക് പതിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത് എന്നുമുള്ളൊരു ഓടയോ അല്ലെങ്കിൽ കനാലോ വെള്ളച്ചാട്ടമോ ഒന്നുമല്ല. ഈ മഴക്കാലത്ത് മാത്രം ഈ മലഞ്ചെരുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് ഇളകിയ മണ്ണ് അല്ലെങ്കിൽ മുകളിൽ വെള്ളം കെട്ടി നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് വലിയ രീതിയിൽ അപകടത്തിന് മുന്നോടിയായി ശിരൂരിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ ഇത്തരം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഇത്തരം ഒരു വെള്ളം ഒലിച്ചു വരുന്നത് അപകടത്തിന് മുന്നോടിയായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് എന്നുള്ളത് വിദഗ്ധരടക്കം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഈ ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും ഇത്തരത്തിൽ തന്നെയാണ്. ഈ കല്ലുകൾ ഉൾപ്പെടെ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന് താഴേക്ക് ഇടിഞ്ഞ് പതിച്ചതാണ്. പക്ഷേ അല്ലെങ്കിൽ ഒരു ഗൈഡോ അങ്ങനെ ഒന്നുപോലും നിലവിൽ ഈ ഭാഗത്ത് ഒന്നുമില്ല. അപകട സാധ്യതയുള്ള മേഖലയാണ്, ശ്രദ്ധിച്ച് നിങ്ങൾ പോകണമെന്ന് പറയാൻ അല്ലെങ്കിൽ നിർദ്ദേശം നൽകാൻ ഒരു ഗൈഡ് പോലും ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ്. വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ടൂറിസം മേഖലയിലേക്ക് ഈ ആളെ കയറ്റിവിടുന്നതും വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ
അവിടെ കയറ്റിവിടുന്നത്. പക്ഷേ ഒരു രീതിയിലുള്ള മുന്നറിയിപ്പോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഈ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പൊന്മുടിയുടെ വശ്യ സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തുന്നവരോട് നമുക്കും പറയാനുള്ളത് ഈ പാതയോരങ്ങളിൽ വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഈ വരുന്ന ടൂറിസ്റ്റുകളോട് പറയാനുള്ളത്. ഒപ്പം ഇവിടുത്തെ സർക്കാരിനോടും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിനോടും പറയാനുള്ളത് അടിയന്തരമായി തന്നെ ഇത്തരം അപകടങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം. ഇത്രയും ഈ ചിത്രത്തിൽ കാണാം, ഇത് സംരക്ഷണ ഭിത്തിയാണ്. ഏകദേശം എനിക്ക് പകുതി ഏകദേശം 1.5 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ സംരക്ഷണ ഭിത്തി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പോരാ, ഇതിലും ഉയർത്തി കൃത്യമായി തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ച് ശാസ്ത്രീയമായി പഠിച്ചു വേണം ഈ സുരക്ഷാ മതിലുകൾ അല്ലെങ്കിൽ സുരക്ഷാ ഭിത്തികൾ കെട്ടാൻ ഉള്ളത് എന്നുള്ളതാണ് സ്മൃതി. ശരി, റിനു ശ്രീധരനാണ് വളരെ വിശദമായി തന്നെ ടൂറിസം മന്ത്രി കൂടി ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്.